വടകര നഗരസഭയിൽ 4 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് സമീപത്തെ കിണറ്റിലെ വെള്ളം ശേഖരിച്ച് പരിശോധനക്കയച്ചു. വടകര മുനിസിപ്പാലിറ്റിയിലെ 17-ാം വാർഡിൽ 4 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് വടകര മുനിസിപ്പൽ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗവും മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗവും ചേർന്ന് പരിസര പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയത്. ഉറവിടം കണ്ടെത്തുന്നതിനായി പരിസരത്തെ കിണറ്റിലെ വെള്ളം ശേഖരിച്ച് പരിശോധനക്കയക്കുകയും ചെയ്തു. വെള്ളത്തിന്റെ ഫലം വന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ PK ശശി പറഞ്ഞു. 4 വയസ്സുകാരിക്കാണ് ഒരു 3-4 ദിവസം മുമ്പ് ഈ യൂറിനൽ ഇൻഫെക്ഷൻ വന്നതിൻ്റെ ഭാഗമായി പനി വിട്ടുമാറാത്തത് കൊണ്ട് തന്നെ മുടക്കല്ലൂർ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയത്. അവിടുന്ന് പലവിധ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഷിഗല്ല രോഗം ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗം മാറി വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പം ഈ വീട് സന്ദർശിച്ചതാണ്. യാതൊരു വിധത്തിലുള്ള പ്രയാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കുട്ടിക്ക് ഇപ്പോഴില്ല. പൂർണ്ണമായിട്ടും അസുഖം മാറിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യ വിഭാഗവും വടകര മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ വീട് സന്ദർശിച്ച് ആവശ്യമായിട്ടുള്ള ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തി പരിസരം ഒക്കെ 16-ാം വാർഡിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 17-ാം വാർഡിൻ്റെ ഈ പ്രദേശത്ത് മൊത്തം പരിശോധന നടത്തി അങ്ങനെ ഒരു രോഗം പിടിപെടാൻ ആവശ്യമായ രീതിയിലുള്ള വെള്ളക്കെട്ടുകളോ മറ്റോ ഒന്നും തന്നെ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പം വന്നിട്ടുള്ളത് ഈ ഉപയോഗിച്ച കിണറിലെ വെള്ളം ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച മുറക്ക് ഈ മലപ്പുറത്തുള്ള ഇത് പരിശോധിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അത് എത്തിച്ച് ഉറപ്പുവരുത്തും. എന്തെങ്കിലും അണുക്കളോ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കും. ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം 8 സ്ക്വാഡുകളായി തിരിഞ്ഞ് 260ഓളം വീടുകളിൽ പരിശോധന നടത്തി കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്ന് ആരോഗ്യ വിഭാഗം ഹെൽത്ത് സൂപ്പർവൈസർ സുരേന്ദ്രൻ കല്ലേരി പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വടകര മുനിസിപ്പൽ ഏരിയയിൽ 17-ാം വാർഡിലാണ് ഈ കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്, ഷിഗല്ല കേസ്. അപ്പോൾ കേസ് റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്കതിൻ്റെ വിവരം കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ സഹകരണത്തോടു കൂടി തന്നെ ഇന്നലെ നമ്മൾ ഏകദേശം 8 ടീമായി തിരിഞ്ഞ് 260ഓളം വീടുകൾ നമ്മൾ സർവേ നടത്തി. ആ സർവേ നടത്തിയപ്പോൾ അതിലൊന്നും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഷിഗല്ല രോഗലക്ഷണങ്ങളുള്ള ഒറ്റ കേസ് പോലും കണ്ടെത്തിയില്ല. ആകെ ഒരു 2 പനി കേസുകൾ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടുള്ളൂ. അതും ഷിഗല്ലയായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. അതുപോലെ തന്നെ ക്ലോറിനേഷൻ പ്രോസസ്സും വളരെ സജീവമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഷിഗല്ലയായിട്ട് ബന്ധപ്പെട്ട് ഈ ഷിഗല്ല ആണോ എന്ന് ഒരു കൃത്യമായിട്ട് ഈ വെള്ളത്തിൽ നിന്നാണോ വന്നത്, അവർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്നാണോ വെള്ളം വന്നെന്നുള്ള ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലേക്ക് ഇന്ന് കുടിവെള്ളം സാമ്പിൾ എടുത്ത് നമ്മൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ആരോഗ്യ വിഭാഗവും മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ കല്ലുനിര UPSCൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ആരോഗ്യ വിഭാഗം ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സപ്പോർട്ടും മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗവും തരുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാതെയും ആ സ്കൂളോ ഈ കുട്ടി പോകുന്ന സ്കൂളും പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. സമാന ലക്ഷണങ്ങളുള്ള കേസുകളൊന്നും നിലവിൽ ഇല്ല. ഇതുവരെയുള്ള പരിശോധനയിൽ മറ്റു കേസുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. സനിക ബാലഗോപാൽ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.